ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗോണിയ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ്. ബിഗോണിയ തന്നെ പലതരം വെറൈറ്റി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പൂക്കളുണ്ടാകുന്നതിനും വെച്ച് ഏറ്റവും നല്ലൊരു ബിഗോണിയാണിത്. വാക്സ് ബിഗോണിയ എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത്. ഈ പേര് പോലെ തന്നെ ഇതിൻ്റെ ലീഫൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊരു വാക്സ് ലൈക്ക് അപ്പിയറൻസ് ആണ്. അപ്പം ഇതിൽ നല്ലൊരു ബെല്ല് ഷേപ്പുള്ള പൂവ് തൂങ്ങി കിടക്കും. നല്ല പിങ്ക് കളറിൽ, അതുപോലെ തന്നെ വൈറ്റ്, റെഡ് കളറിലൊക്കെ ഈ പൂവ് ഉണ്ടാവാറുണ്ട്. നമ്മളടുത്ത് ഈ ഒരു വെറൈറ്റി രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് ഈ കളർ, പിന്നെ വൈറ്റ് കളറിൽ ഉണ്ടാവുന്നതുമാണ്. നമ്മൾ ഇതൊരു റെഗുലറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിഗോണിയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ നമ്മൾ പല പ്രാവശ്യമായിട്ട് കട്ട് ചെയ്തിട്ട് പോട്ടുകളിലേക്കാക്കി വെച്ച് കൊടുത്തതാണ് ഇത്ര ബുഷിയായിട്ടും നല്ല ബൾക്കായിട്ടും ഉണ്ടായി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് കുറച്ച് നന്നായിട്ട് വലുപ്പം വെച്ച് വന്നിട്ടുള്ള ഒരു ബിഗോണിയ ഉണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി കൊടുക്കണം. പോരാത്തതിന് പോട്ടുകളൊക്കെ ഒന്ന് ചിലത് മാറ്റി വെച്ച് കൊടുക്കാനും ഉണ്ട്. നമ്മളത് വലുപ്പം വെക്കുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലാണ് കൂടുതൽ ഭംഗി. ഇതുപോലെ നീളത്തിൽ വളരാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് കേടായി പോകുന്നതായിരിക്കും. കാരണം ഈ ഒരു തണ്ടുകൾക്കൊക്കെ അത്യാവശ്യം ഒരു കനമുള്ള തണ്ടായതുകൊണ്ട് തന്നെ ചെടി പെട്ടെന്ന് തന്നെ നിലം പതിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വലുപ്പം വെച്ചുകൊണ്ട് തന്നെ അതിങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോട്ട് കാണാനും ആ ഒരു ചെടി മൊത്തത്തിൽ കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. നല്ല ബൾക്കായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുമ്പോഴാണ് ഈ ചെടി കൂടുതലായിട്ട് ഭംഗിയാവുന്നത്. അപ്പോൾ ഈ ഉള്ള ചെടികളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് പോട്ട് നമുക്കൊന്ന് റീപോട്ട് ചെയ്തും കൊടുക്കാം. കാരണം ഈ വൈറ്റ് നമുക്ക് ഒരുപാട് പീസില്ല. അപ്പം നല്ല പോർഷൻസ് നോക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ പോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക എന്നാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ബിഗോണിയ ചെടികളൊക്കെ വെക്കുമ്പോൾ പ്രത്യേകം പോട്ടിന് ഹോൾ ഉണ്ടോ എന്ന് നോക്കണം. പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ തണ്ടൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ളതാണ്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് കേടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ നല്ല പീസ് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് വലിയ പോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. വളർന്നു കഴിഞ്ഞാൽ അത് വേഗം തന്നെ താഴോട്ട് തൂങ്ങി കിടക്കാനുള്ളൊരു ചാൻസാണ്. അപ്പോൾ ഈ ചെടി പെട്ടെന്ന് കേടാവാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വളർന്ന് വലിപ്പം എത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പീസ് നമുക്ക് വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഈ പോട്ടും നമ്മൾ റീപോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോട്ടിൽ നിന്ന് ഈ ചെടിയൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഭാഗത്ത് നമ്മുടെ പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പോട്ടി മിക്സ് ആയിട്ട് സാധാരണ ഗാർഡനിങ് സോയിൽ, പിന്നെ കുറച്ച് കരിയിലേൻ്റെ വേസ്റ്റ്, ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ബിഗോണിയക്ക് ഓവർ വെയിൽ തട്ടാതെ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാലൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടായി കിട്ടില്ല. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ടെറസിൻ്റെ മുകളിൽ അത്യാവശ്യം ഷെയ്ഡായിട്ട് വരുന്നൊരു ഭാഗത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഷെയ്ഡ് ഉള്ള ഒരു ഏരിയയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പോട്ട് നോക്കിയിട്ട് വേണം നമ്മൾ റെഗുലറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ 2 ചെറിയ പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളൊക്കെ ഈ ഒരു പോട്ടിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബിഗോണിയയുടെ ഒരു റീപോട്ടിങ്, അതുപോലെ തന്നെ പ്രൂണിങ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ റെഗുലർ ബേസിൽ ഇതുപോലെ പ്രൂൺ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരുപാട് പോട്ടിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബിഗോണിയ ചെടിയുടെ ഒരു നല്ലൊരു കളക്ഷൻസ് തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇൻഡയറക്റ്റ് വെയിൽ അത്യാവശ്യമാണ് ഈ ചെടികൾക്ക്. എന്നാലുള്ള ഈ ഇലകളുടെ ഭംഗിയും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഇതുപോലെ തിങ്ങി നിറഞ്ഞിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് വലുപ്പം വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നമുക്കൊരു പോട്ടിലേക്ക് ആക്കിയിട്ട് കുഴിച്ചിടാവുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ അടിയിൽ നിന്ന് പുതിയ തൈകളൊക്കെ അതുപോലെ കിളിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ബിഗോണിയ കെയർ കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ ബിഗോണിയ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. പിന്നെ 1-2 വർഷമൊക്കെ കൂടുന്ന നേരം നമ്മളെ പോട്ട് മാറ്റി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പോട്ടിലേക്ക് കുറച്ച് മണ്ണ് കൂടുതലായിട്ട് പുതിയ മണ്ണുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് ഈ ഒരു ചെടിയുടെ കെയർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചെടി നമുക്കിങ്ങനെ തണ്ട് കട്ട് ചെയ്താൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലീഫ് ഉപയോഗിച്ചടക്കം പ്രൊപ്പഗേറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ലോ മെയിൻ്റനൻസിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്.
നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ തൈകൾ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇത്രയും നല്ല പീസൊക്കെ കാണുമ്പോൾ നമുക്ക് വെറുതെ കളയാനും തോന്നില്ല. അപ്പോൾ ഇതുപോലെ ഈ ഇങ്ങനെ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലുതാകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബിഗോണിയയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ ചെടിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.